ഉത്തര മധ്യ ഭാരതത്തില് പൊതുവെ വ്യത്യസ്ത സമുദായ ഭേദങ്ങളിലുള്ള ഹിന്ദു സമാജം ശക്തമായി നിൽക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഓരോ സമാജത്തിനും ആ സമാജത്തിനുള്ള ഗുരുസ്ഥാനമുണ്ട്. അവരേത് ക്ഷേത്രത്തിൽ പോയാലും ഏത് ആരാധന ചെയ്താലും വർഷത്തിൽ ഒരിക്കലെങ്കിലും അവരുടെ സമാജത്തിന്റെ ഗുരുസ്ഥാനത്ത് അവർ പോയിരിക്കും. ഗുജറാത്തിലായാലും അതെ, മധ്യപ്രദേശിലായാലും അതെ, ഉത്തർപ്രദേശിലായാലും അതെ, എല്ലായിടത്തും ഉണ്ട്. അങ്ങനെ ഓരോ സമുദായത്തിനും ആ സമുദായത്തിന്റെ ഒരു ഗുരുസ്ഥാനം എന്നുള്ള ഒരു നിലപാടുണ്ടായാൽ തീർച്ചയായിട്ടും നല്ലതായിരിക്കും. അത് സന്യാസിമാരായിരിക്കണം എന്നില്ല. ആ സമാജം തങ്ങളുടെ ചരിത്രത്തിലേക്ക് പോയി ഗുരുസ്ഥാനം കണ്ടെത്തുക. അങ്ങനെ ഇല്ല എങ്കിൽ പുതുതായിട്ട് അവരോധിക്കുക. പക്ഷെ അതൊരിക്കലും ഒരു അനൈക്യത്തിനിടയാവരുത്. ഒരു വിഭാഗം സ്വീകരിച്ചു മറ്റൊരു വിഭാഗം സ്വീകരിച്ചില്ല തുടങ്ങിയ അനൈക്യത്തിനിടയാവരുത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പരമ്പരാഗതമായി അങ്ങനെയുള്ള ഗുരുസ്ഥാനങ്ങൾ ഉള്ളവർ അത് തുടരുക. അങ്ങനെ ഇല്ലാത്തവർ എല്ലാവർക്കും സമ്മതമാകുന്ന രീതിയിൽ ഒരു ഗുരുസ്ഥാനത്തെ സ്ഥാപിക്കുക. അത് സന്യാസി ആയിക്കൊള്ളണമെന്ന് നിയമമില്ല. സന്യാസിയായ നന്ന്. ഏത് തരം ഉപാസനയാണോ തങ്ങളുടെ കുലത്തിന്റെ പ്രാചീനമായിട്ടുള്ള ഉപാസനാക്രമങ്ങൾ അവയെ നിലനിർത്താനും തുടരാനും അഭിമാനപൂർവ്വം ശ്രദ്ധിക്കുക. എല്ലാ ഉപാസനയും സാത്വികമാക്കി മാറ്റണമെന്നാണ്. അത് തെറ്റിദ്ധാരണയാണ്. രാജസികവും താമസികവുമായ ഉപാസനകൾ നടക്കണം. രാജസികവും താമസികവുമായ ഉപാസനാ വിധാനങ്ങളിലും ഒരു ഗുരുപദേശവും സമ്പ്രദായവും ഉണ്ട്. ആ ഗുരുപദേശ സമ്പ്രദായങ്ങളെ പിന്തുടർന്നായാൽ ഒരിക്കലും സമാജം വഴിപഴക്കില്ല. എല്ലാം പായസം നേദ്യം മാത്രം പോരാ. കള്ള് നേദിക്കേണ്ടടുത്ത് കള്ള് നേദിക്കണം, റാക്ക് നേദിക്കേണ്ടടുത്ത് റാക്ക് നേദിക്കണം. പക്ഷെ അതിന് ഗുരുപദിഷ്ടമായ മാത്രയുണ്ട്. ആ മാത്രയെ അധികരിക്കാൻ പാടില്ല. അതിനൊരു സമ്പ്രദായമുണ്ട്. ആ സമ്പ്രദായം തുടരണം. ഞാൻ സന്യാസിയാണെന്നുള്ളത് കൊണ്ട് എല്ലാവരും സന്യാസിയുടേതായ ചര്യ പാലിക്കണം എന്ന് പറയാൻ എനിക്ക് കഴിയില്ല. കാരണം നമ്മുടെ ഹിന്ദു ധർമ്മത്തിൻ്റെ സവിശേഷത അത് വൈവിധ്യപൂർണങ്ങളായ അനേക ആചരണങ്ങളുടെ സംഹിതാ ഭാഗമാണ്. അത് മനോഹരമായ പൂന്തോപ്പാണ്. അത് വിസ്മരിക്കരുത്. ഇത് പറയുന്ന സന്ദർഭത്തിൽ കൊടുങ്ങല്ലൂര് കോഴീനെ വെട്ടിക്കഴിഞ്ഞാൽ അയ്യോയ്യോ മഹാപാപമാണ്, മഹാപാതകമാണ്. അതെങ്ങനെയാത്? നമുക്ക് ശാപ്പാട് കഴിക്കാൻ വേണ്ടി കോഴിയെ കൊല്ലാം, ഭഗവതിക്ക് കൊടുത്തുകൂടാന്ന് പറഞ്ഞാൽ അതിന് ന്യായം എന്താ? അതിനെന്ത് ന്യായമാണുള്ളത്? ഇപ്പൊ എവിടെയൊക്കെയോ നമുക്ക് പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. സ്വാമി, കേരളത്തിൽ നിയമമുണ്ട്. ഭാരതത്തിൽ ഇല്ലാത്ത നിയമത്തിന് വിരുദ്ധമായിട്ടൊരു സ്റ്റേറ്റിൽ എങ്ങനെയാ നിയമം വയ്ക്കുക? ഭാരതത്തിൽ അത്തരം നിയമം ഉണ്ടെങ്കിൽ വെസ്റ്റ് ബംഗാളിൽ ഹിന്ദു ഉണ്ടാവുമോ? ഭാരതത്തിൽ അത്തരം ഒരു നിയമം ഉണ്ടെങ്കിൽ ആസാമിൽ ഹിന്ദു ഉണ്ടാവുമോ? ഉണ്ടാവില്ല. തീർത്തു പറയുന്നു. കാമാഖ്യയിൽ നിങ്ങൾ ജന്തുവെ ഹിംസിക്കരുതെന്ന് പറഞ്ഞാൽ പിന്നെ ആസാമിൽ ഹിന്ദു ഇല്ല. വെസ്റ്റ് ബംഗാളിൽ ജന്തുഹിംസ പാടില്ല എന്ന് പറഞ്ഞാൽ ബംഗാളിൽ ഹിന്ദു ഉണ്ടാവില്ല. അപ്പൊ വൈവിധ്യപൂർണങ്ങളായ ഇത്തരം ആചരണങ്ങൾ മുഴുവൻ നിലനിൽക്കണം. അല്ലെങ്കിൽ പൂർണ്ണമായി ഒരു ജന്തുവിനെയും കൊല്ലാത്ത സസ്യാഹാരം മാത്രമുള്ള നാടാക്കി നമ്മുടേത് മാറ്റണം. നമുക്ക് കഴിക്കാൻ, ഭഗവതിക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് യുക്തി അനുവദിക്കുന്നില്ല. അപ്പൊ പറഞ്ഞു വന്നത് ഇത്തരം വൈവിധ്യങ്ങൾ ശാസ്ത്രീയമായി ഗുരുപദിഷ്ടമായ രീതിയിൽ നിലനിൽക്കണം എന്നാണ്.